സോ വെൽക്കം ഓൾ. സോ ഇന്ന് ഈ പ്രസന്റേഷനിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. സോ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്തിനാ? അതിന്റെ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ തന്നെ റിമെയിൻ ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഞാൻ ഈ ഫിഗറിൽ ഒരു ഇലാസ്റ്റിക് റോഡ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് ഈ മാസിനെ പുതിയൊരു ലൊക്കേഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഇത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ ഈ മാസിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മാസ് ആദ്യം തന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പഴയ പൊസിഷനിലേക്ക് വരില്ല, പകരം അത് കുറച്ച് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ് കൂടി പോയതിന് ശേഷം ഫൈനലി എന്ത് സംഭവിക്കും? ആ ഒരു മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേബിൾ പൊസിഷനിലേക്ക് തന്നെ അത് റിട്ടേൺ ചെയ്യും. ഇപ്പൊ സംഭവിച്ച ഈ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വൈബ്രേഷൻ നടക്കുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വൈബ്രേഷനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, പിന്നെ ഉള്ളത് നമുക്ക് ടോർഷണൽ വൈബ്രേഷൻ. ഇത് ഞാൻ ഈ പിക്ചറായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. ഇതിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ വൈബ്രേഷൻ സംഭവിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? വി കോൾ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ. നമ്മൾ ഈ സെക്കൻഡ് കേസിൽ നിന്ന് എടുത്ത് നോക്കി, ഈ സെയിം ഇലാസ്റ്റിക് റോഡും മാസും തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യുന്നത് എന്താണ്? ഞാൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ആ ഫോഴ്സിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോഡി ഫ്രീ ആയിട്ട് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ടൈപ്പ് വൈബ്രേഷൻ നമ്മൾ എന്ത് പറയും? വി കോൾ ദാറ്റ് ആസ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ഇനി തേർഡ് കേസിലോ ഈ സെയിം ഒബ്ജക്റ്റിൽ ഞാൻ എന്താ ചെയ്തത്? ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ മാസിന് ഞാൻ ഒരു ടോർഷണൽ എഫക്ട്, ഒരു ട്വിസ്റ്റിംഗ് ആണ് കൊടുത്തത്. ഇത് നമുക്ക് അടിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ തീറ്റ ആംഗിൾസിൽ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഫോഴ്സിനെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് പറ്റും? അത് തിരിച്ച് തീറ്റ ആംഗിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. പിന്നെ ഈ സെയിം മോഷൻ കണ്ടിന്യൂ ചെയ്ത് കുറെ കഴിയുമ്പോഴേക്കും പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ ടൈപ്പ് വൈബ്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർഷണൽ വൈബ്രേഷൻ. നമ്മൾ പറഞ്ഞു വൈബ്രേഷൻ എന്താണെന്നും കണ്ടു. വൈബ്രേഷന്റെ 3 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കണ്ടു. ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ആ മൂവ്മെന്റിന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. നമുക്ക് വേറെ 2 ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. നമ്മൾ വൈബ്രേഷന് ഫ്രീ വൈബ്രേഷൻ എന്നും ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നും പറയും. ഇതില് വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റിൽ എന്താ നമ്മൾ ചെയ്തത്? ഒരു മാസ് അതിന്റെ സ്റ്റേബിൾ പൊസിഷനിൽ ഇരിക്കുമായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ ഫോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ വൈബ്രേഷനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത്. ആ ടൈപ്പ് വൈബ്രേഷനാണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ വൈബ്രേഷന് ഒരു ഇനീഷ്യൽ പാർട്ടിൽ മാത്രമേ ഒരു ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഫോഴ്സിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള വൈബ്രേഷൻ നമ്മൾ എന്ത് പറയും? വി കോൾ ദാറ്റ് ആസ് ഫ്രീ വൈബ്രേഷൻ. വേറാസ് നമ്മൾ ഈ എക്സ്റ്റേണലി ആദ്യം തന്നെ ഒരു ഫോഴ്സ് കൊടുത്തു, വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു സർട്ടൺ ഇന്റർവെല്ലിൽ ഈ ഫോഴ്സ് രണ്ടാമത് ഇൻഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും ഈ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അതാണ് നമ്മളുടെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വൈബ്രേഷൻ ഇപ്പോൾ ഓൾറെഡി കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നതാണ്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ബേസ് ചെയ്ത് തന്നെ നോക്കാം. നമുക്കിപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് പൊസിഷൻ, ഈ മാസിന്റെ പൊസിഷൻ ഈ മിഡിലിൽ കാണിക്കുന്ന പൊസിഷൻ ആയിരുന്നു. ഇതിന് നമ്മൾ നോർമലി പറയുന്നത് മീൻ പൊസിഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റിലേക്ക് കൊണ്ടുവന്നു. ഈ മാക്സിമം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ പറയുന്നതാണ് എക്സ്ട്രീം എൻഡ് അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയും. എന്നിട്ട് ഈ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സെയിം ലൊക്കേഷനിലേക്ക് വീണ്ടും തിരിച്ചു വരും. പിന്നെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഈ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഒരു എക്സ്ട്രീം എൻഡ് വരെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ എക്സ്ട്രീം എൻഡ് വരെ പോയിട്ട് തിരിച്ച് ഇവിടെ വരെ വരുമ്പോഴേക്കും എന്തായി? ഒരു സൈക്കിള്, ഈ വൈബ്രേഷന്റെ അകത്തുള്ള ഒരു സൈക്കിള് കംപ്ലീറ്റ് ആയി എന്ന് പറയാം.
അങ്ങനെ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വൈബ്രേഷനിൽ നമ്മൾ ഒരു സെയിം മൂവ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്, ഒരു പീരിയോഡിക് മോഷനാണ് അല്ലെ. അപ്പൊ അതില് ഒരു സിംഗിൾ സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കേണ്ട ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഫ്രീക്വൻസി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എന്തായിരിക്കും ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈക്കിൾസ് അല്ലെ. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ടൈം എടുക്കുമ്പോഴേക്കും ആ യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിൾ, എത്ര തവണ ഈ മോഷൻ റിപ്പീറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത്, ഫ്രീക്വൻസി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നോർമലി അത് ഹെർട്സ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഈ ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ പോയി തിരിച്ചു വരാനായിട്ട്, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 0.5 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്, 2 ആണ്. കാര്യം എന്താണ്, 0.5 ഒരു സൈക്കിളിന് എടുത്തു, അതുപോലെ ഒരു സെക്കൻഡിൽ 2 സൈക്കിൾസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രീക്വൻസി 2 ആണെന്ന് പറയാം. ഇനി നമുക്ക് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം, നമുക്ക് ഇവിടെ എത്രയായിരുന്നു ടൈം പീരീഡ്, 0.5 ആയിരുന്നു. 1/0.5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, നമുക്ക് 2 കിട്ടും. അതായത് അതെന്തിന് ഈക്വലന്റ് ആയിരുന്നു, ഫ്രീക്വൻസിക്ക് ഈക്വലന്റ് ആയിരുന്നു. ഇതുപോലെ നിങ്ങൾ ഏതൊരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 1/by നിങ്ങളുടെ ടൈം പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ് എന്നുള്ളത്. ഇനി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത വൈബ്രേഷൻ, അതിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, ഫോഴ്സ് റിമൂവ് ചെയ്തു, അതിനുശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടായ വൈബ്രേഷൻ ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടിരുന്നത്. ഈ ടൈപ്പ് വൈബ്രേഷനിൽ വരുന്ന ഫ്രീക്വൻസിക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ടെർമിനോളജി കൊണ്ടാണ് പറയാറുള്ളത്. ദ ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻ ഈസ് കോൾഡ് ആസ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ ഇങ്ങനെയുള്ള വൈബ്രേഷന്റെ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ളത്. അപ്പൊ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് എലമെന്റ്സ് ഓഫ് മെക്കാനിക്കൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഏതൊരു വൈബ്രേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസുകൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കോമ്പോണൻസിന്റെ ഡീറ്റെയിൽസ് അറിയണം. അപ്പൊ നമുക്ക് ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുണ്ടാവുന്ന 3 കോമ്പോണൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യ എലമെന്റ് എന്ന് പറയും, സെക്കൻഡ് വൺ കംപ്ലയൻസ് എലമെന്റ്, തേർഡ് വൺ എന്ന് പറയുന്നതാണ് ഡാമ്പിംഗ് എലമെന്റ്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എടുക്കാം. ഇതിൽ എന്തൊക്കെയുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ടാവും, അതിന്റെ എൻഡിൽ നമ്മളൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒരു മൂവ്മെന്റ്, നമ്മളിപ്പോ ഈ മാസിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഓരോ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പ്രിംഗ് എങ്ങനെ ഡിഫോം ചെയ്യും, സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് എത്രയാണ്, പിന്നെ മാസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പൊ ഇതാണ് നമ്മളൊരു മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് 3 കോമ്പോണന്റ് ഉണ്ടാവും. ഫസ്റ്റ് വൺ എന്താണ്, ഇനീഷ്യ എലമെന്റ്, സെക്കൻഡ് വൺ കംപ്ലയൻസ് എലമെന്റ്, തേർഡ് വൺ ഡാമ്പിംഗ് എലമെന്റ്. ഇതിൽ ഈ മാസിനെയാണ് നമ്മൾ ഇനീഷ്യ എലമെന്റ് എന്ന് പറയുന്നത്. ഇനീഷ്യ എലമെന്റ് എന്ന് പറഞ്ഞാൽ നോർമലി അത് എന്താ പറയാ, ആ സിസ്റ്റത്തിന് ഒരു ഇനീഷ്യ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ മോഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു എലമെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ മാസാണ് നമ്മളുടെ ഇനീഷ്യ എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം കംപ്ലയൻസ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്ന ഒരു എലമെന്റ് എപ്പോഴും ഒരു മെക്കാനിക്കൽ വൈബ്രേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കംപ്ലയൻസ് എലമെന്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ അത് സ്പ്രിംഗ് ആയിരിക്കും. നോർമലി മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഈ ടൈപ്പ് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്ന ടൈപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്ലയൻസ് എലമെന്റ് എന്ന് പറയുന്നത്. അത് സ്പ്രിംഗോ അതുപോലെയുള്ള ഏതെങ്കിലും എലമെന്റ്സ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് എലമെന്റ്. അതായത് ഈ മൂവ്മെന്റിനെ സ്ലോലി ഇതിന്റെ അകത്തുള്ള എനർജീനെ ഡിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഡാമ്പിംഗ് എലമെന്റ്. അത് നമുക്ക് നോർമൽ എയറിന്റെ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഈ മോഷൻ തിരിച്ച് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അത് ഒരു ഡാമ്പിംഗ്. അപ്പൊ അവിടെ എയർ ആണ് ഡാമ്പിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഷോക്ക് അബ്സോർബർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന മൂവ്മെന്റ് ഡാമ്പ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ലിക്വിഡ് സിസ്റ്റം ഉണ്ടാവും. അപ്പൊ അതാണ് അവിടെ ഡാമ്പിംഗ് എലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് മേജർ കോമ്പോണൻസ്. നമ്മളൊരു സിസ്റ്റം ഡിഫൈൻ ചെയ്യണം, അതിന്റെ എന്താ പറയാ, അതിന്റെ പ്രഡിക്ഷൻസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 എലമെന്റ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം.
ഇത് കൂടാതെ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് അതിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഏത് ടൈപ്പ് ഫോഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യം കൂടി എക്സ്ട്രാ ആയിട്ട് നമ്മൾ എപ്പോഴും സ്റ്റഡി ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എലമെന്റ്സ് ചോദിക്കുവാണെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? ഇനേഷ്യ എലമെന്റ്, കംപ്ലയൻസ് എലമെന്റ്, പിന്നെ ഡാമ്പിംഗ് എലമെന്റും ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഫ്രീ. നമുക്കൊരു ഫ്രീ വൈബ്രേഷൻ ഉള്ളപ്പോഴേക്കും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ അഗെയിൻ നമ്മളൊരു സ്പ്രിങ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഈ ഫിഗറിൽ കാണിക്കുന്നത് പോലെ ആദ്യം തന്നെ എനിക്കൊരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിലേക്ക് ഞാൻ ചെയ്യുന്നത് എന്താണ്? ഈ സ്പ്രിങ് ഇപ്പൊ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു മാസ് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പൊ ഈ സ്പ്രിങ്ങിന് എന്ത് സംഭവിച്ചു? ഒരു ഡെൽറ്റ ഡിഫോർമേഷൻ സംഭവിച്ചു. പുതിയൊരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യും അല്ലെ. ഇതൊരു പുതിയൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു. ഈ സ്പ്രിങ് ഡിഫോം ചെയ്തിട്ട് ഈ ഒരു ന്യൂ സ്റ്റേറ്റിൽ ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലായത് കൊണ്ട് തന്നെ നമുക്കിപ്പോ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലെ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പൊ അടിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ വെയിറ്റ് ആണുള്ളത്, വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് mg. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ട്? സ്പ്രിംഗിൽ ഒരു ഈ ഡിഫോർമേഷൻ സംഭവിച്ചുകൊണ്ട് തന്നെ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഫോം ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? k ഇൻറ്റു ഡെൽറ്റ, വേർ k എന്താണ്? സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ഈ ഇക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താം? mg മൈനസ് k ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? mg ഇസ് ഈക്വൽ ടു k ഡെൽറ്റ എന്ന് എഴുതാം അല്ലെ. ഈ രണ്ട് ഫോഴ്സും സെയിം ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യും. ഇത് നമുക്ക് ഇനി വരാൻ പോകുന്ന ഡെറിവേഷനിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു റിലേഷൻ നമ്മൾ ഫോം ചെയ്ത് വെച്ചത്. ഇനി ഈ ഒരു സെയിം സിസ്റ്റം നമ്മളിപ്പോൾ എടുത്ത സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇക്വിലിബ്രിയത്തിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മളിപ്പോൾ രണ്ട് mg ഈക്വൽ ടു k ഡെൽറ്റ എന്ന് ഓൾറെഡി കണ്ടായിരുന്നു. ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഈ മാസിലേക്ക് വീണ്ടും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ മാസിനെ ഞാൻ എക്സ് യൂണിറ്റ് ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് എക്സ് യൂണിറ്റ് ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു? ഈ ഫോഴ്സിനെ അങ്ങ് റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മാസിന് ഈ മാസ് ഫ്രീ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി വൈബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് ഫ്രീ വൈബ്രേഷൻ ആണ്. ഇനി ഇതിന്റെ ഒരു ജനറൽ ലൊക്കേഷനിൽ സ്മോൾ എക്സ് യൂണിറ്റ് ഈ മീൻ പൊസിഷനിൽ നിന്ന് സ്മോൾ എക്സ് യൂണിറ്റ് ഡിസ്പ്ലേസ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തൊക്കെയായിരിക്കും? ഇത് ഓൾറെഡി മൂവ്മെന്റിലാണ്, ഇക്വിലിബ്രിയത്തിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ലൊക്കേഷനിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നത് പോലെ mg അടിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. തിരിച്ചെന്തുണ്ടാവും? ഈ സ്പ്രിങ്ങിലുള്ള ഫോഴ്സ് ഉണ്ടാവും. ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്താണ്? സ്റ്റിഫ്നെസ് ഇൻറ്റു ടോട്ടൽ ഡിഫോർമേഷൻ ആണ്. ഈ ഒരു ലൊക്കേഷനിലാണെങ്കിൽ ടോട്ടൽ ഡിഫോർമേഷൻ എന്തായിരിക്കും? ആദ്യം സ്പ്രിംഗ് എവിടെയായിരുന്നു? ഇവിടുന്ന് ഓൾറെഡി ഡെൽറ്റ ഡിഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ സ്മോൾ എക്സ് യൂണിറ്റും കൂടി ഡിഫോം ചെയ്യണം. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? സ്റ്റിഫ്നെസ് k ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ എക്സ് പ്ലസ് ഇതിന്റെ ഇനീഷ്യൽ ഉണ്ടായ ഡിഫോർമേഷൻ. ഇത്രയായിരിക്കും ഈ സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു എം എ. അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. അതിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. അത് ഏതാണ്? ഇപ്പൊ ഈ ഒരു ബോഡി നോക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലേക്ക് mg ഉണ്ട്, മേളിലേക്ക് k ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? mg മൈനസ് k ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും mg മൈനസ് k എക്സ് മൈനസ് k ഡെൽറ്റ എന്നുള്ളത്. ഇതാണ് നമ്മളുടെ എഫ്. ദാറ്റ് ക്യാൻ ബി ഈക്വൽ ടു എം ഇൻറ്റു ആക്സലറേഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ mg k ഡെൽറ്റ രണ്ട് ടേംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു mg വാസ് ഈക്വൽ ടു k ഡെൽറ്റ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ടാവും? മൈനസ് k ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ടേം മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? മൈനസ് k ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ മൈനസ് കെ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ത്രൂ ഔട്ട് നമ്മൾ എം വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എം ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ ഓഫ് എ ബോഡി എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ ഓഫ് എ ബോഡി എന്നുള്ളത് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി.
ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷന് നമുക്ക് ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? d²x/dt² പ്ലസ് k/m × x = 0. ഇതിൽ നമുക്ക് ഈ നേരത്തെ കിട്ടിയതുപോലെ തന്നെ k/m × x അപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? d²x/dt² മൈനസ് k/m × x എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് കിട്ടുന്ന ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? d²x/dt² മൈനസ് ω²x എന്നുള്ളതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം LHS സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടും സെയിം ആണ്, d²x/dt² ആണ്. RHS നോക്കുമ്പോഴേക്കും ഇവിടെ ഒരു -x ഉണ്ട്, ഇവിടെയും ഒരു -x ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടേമിനെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് x ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നിന്ന് കിട്ടുന്നതിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് k/m ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ട്? ω² ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ വാല്യൂ ഓഫ് ω² എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു k/m ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ω² k/m അല്ലെങ്കിൽ ω √k/m എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്ത മോഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്തായിരുന്നു? അതൊരു ഫ്രീ വൈബ്രേഷൻ ആയിരുന്നു. അപ്പൊ അതിൽ വരുന്ന ഒമേഗ അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നമുക്ക് എന്ത് പറയാം? നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ω എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ്. അതായത് ω(n) വിച്ച് വാസ് ഈക്വൽ ടു √k/m. ഇതിൽ k എന്തായിരുന്നു? സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അറ്റാച്ച് ചെയ്ത മാസ് ആണ്. അപ്പൊ ഈ റിലേഷൻ ബേസ് ചെയ്ത് നമുക്ക് നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി കിട്ടി. പക്ഷെ നമ്മളുടെ ടാർഗറ്റ് എന്തായിരുന്നു? ലീനിയർ വൈബ്രേഷനിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ അതിന് കുറച്ചും കൂടി നമ്മൾ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തുവാണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ എടുക്കുന്നത് TPയുടെ ഒരു റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. TP ടൈം പീരീഡ് വാസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ω ആണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട റിലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/TP എന്നുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2π/ω ഈ TPയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? F is equal to 1/2π/ω അല്ലെങ്കിൽ F is equal to ω/2π എന്നുള്ളത് കിട്ടും. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇതില് ഈ F എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ വൈബ്രേഷന്റെ ഫ്രീക്വൻസി ആണ്. നമുക്ക് ഒമേഗയുടെ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. അത് നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് ഒമേഗയുടെ വാല്യൂ എത്രയെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? എഫ് എന്താവും? എഫ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ലീനിയർ വൈബ്രേഷൻ ആവും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഒമേഗയുടെ പൊസിഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √k/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Fn is equal to 1/2π. ഇവിടെ ഉണ്ടായിരുന്ന 1/2π ഇൻറ്റു ഒമേഗക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √k/m എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഈ കേസിൽ എഫിനെ നമ്മൾ Fn കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നാച്ചുറൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഈ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് അൺഡാംപ്ഡ് ഫ്രീ ലീനിയർ വൈബ്രേഷൻ ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറൊരു ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നോർമലി എക്സാമിന് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിന് എത്ര കോർഡിനേറ്റ്സ് വേണം, അതിന്റെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു എങ്ങനെ അത് ബിഹേവ് ചെയ്യുമെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് വേണോ അതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഇത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗിലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് എലമെന്റ്സ് ഉണ്ട്, ഒന്ന് സ്പ്രിംഗ്, രണ്ടാമത്തത് മാസ്. ഇതിന് രണ്ടിനും നമുക്ക് ഈ ഒരു കേസിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. മാസിന് വേണമെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, സ്പ്രിംഗിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിഫോം ചെയ്യുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യാം, അല്ലെ? അപ്പൊ രണ്ട് മോഷൻസ് ആണ് ആക്ച്വലി ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മാസ് ഒരു 5 സെന്റിമീറ്റർ അടിയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ മാക്സിമം മൂവ്മെന്റ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിംഗിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫോർമേഷൻ എന്തോരം ആയിരിക്കും? അത് 5ന് ഈക്വലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മാസിന്റെ ഡിസ്പ്ലേസ്മെന്റും സ്പ്രിംഗിന്റെ ഡിസ്പ്ലേസ്മെന്റും റിലേറ്റഡ് ആയിരിക്കും. മാസിൽ എന്തോരം ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു അത് തന്നെ ആയിരിക്കും സ്പ്രിംഗിൽ വരുന്നത്. ഇപ്പൊ മാസ് 5 സെന്റിമീറ്റർ മേളിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് 5 സെന്റിമീറ്റർ അതുപോലെ തന്നെ എന്താ പറയുക കംപ്രസ്ഡ് ആവുകയാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാം? ഇതിന്റെ രണ്ടിന്റെയും
മൂവ്മെന്റ്സ് ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അത് ഈ എക്സ് ഡിസ്റ്റൻസ്, ഈ മാസ് അല്ലെങ്കിൽ സ്പ്രിങ് അണ്ടർഗോ ചെയ്യുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയും ഈ ഒരു സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരേ ഒരു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണെന്നുള്ളത്. ഇപ്പോൾ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓസിലേഷൻ ആണ് സംഭവിക്കുന്നത്. നമുക്കൊരു സ്ട്രിംഗ് ഉണ്ട്, അതിന്റെ അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓസിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, ഈ മൂവ്മെന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ മാത്രം മതി, തീറ്റയുടെ വാല്യൂ മാത്രം മതി. അതുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഒരു തേർഡ് ഒരു കേസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചധികം എലമെന്റ്സ് ഉണ്ട്. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഇവിടെ ഒരു പുള്ളി ഉണ്ട്, ഇവിടെ ഒരു മാസ് ഉണ്ട്. ഈ മാസിന് നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഈ സ്പ്രിങ്ങിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, അതുപോലെ പുള്ളിക്ക് റൊട്ടേഷണൽ മൂവ്മെന്റ് ആംഗുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3 ആയിരിക്കും. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സപ്പോസ് നമുക്ക് എടുക്കാം, ഈ മാസ് ഒരു 5 സെന്റിമീറ്റർ ആണ് അടിയിലേക്ക് മൂവ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഈ സ്പ്രിംഗ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തോരം മൂവ് ചെയ്യും? അത് ഇതിന് ഈക്വലന്റ് ആയിരിക്കില്ലേ? 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കില്ലേ മൂവ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗുലർ തീറ്റ 10 ഡിഗ്രീസ് ആണ് മൂവ് ചെയ്തെന്നിരിക്കട്ടെ. ഇത് 5 സെന്റിമീറ്റർ മൂവ് ചെയ്താൽ കറക്റ്റ് ഇവിടെ 10 ഡിഗ്രീസ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ 10 സെന്റിമീറ്റർ ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും തീറ്റ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇവിടെ സംഭവിക്കുന്ന മൂവ്മെന്റിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ആംഗുലർ മൂവ്മെന്റും ഈ ഹൊറിസോണ്ടൽ മൂവ്മെന്റും സംഭവിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര തന്നെ ആയിരിക്കുള്ളൂ? 1 തന്നെ ആയിരിക്കും. കാര്യം എന്താണ്? ഈ ഒരു ഒറ്റ ഡിസ്പ്ലേസ്മെന്റിനോട് ബാക്കി 2 ഡിസ്പ്ലേസ്മെന്റ്സും കണക്റ്റഡ് ആണ്. നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര ക്വാണ്ടിറ്റീസ് വേണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് 2 സ്പ്രിംഗ് ഉണ്ട്, 2 മാസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഈ മാസിന് നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, സ്പ്രിങ്ങിന് വെർട്ടിക്കൽ കംപ്രഷനോ എക്സ്പാൻഷനോ സംഭവിക്കാം. അതുപോലെ ഈ മാസിന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഈ സ്പ്രിങ്ങിന് ഡിഫോർമേഷൻ വെർട്ടിക്കൽ ഡയറക്ഷനിൽ സംഭവിക്കാം, അല്ലെ? പക്ഷെ ഇതിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഈ മാസ് ഒരു 5 സെന്റിമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഡിഫോർമേഷൻ തന്നെയായിരിക്കും x2 എന്ന് പറഞ്ഞ ഈ സ്പ്രിംഗിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ മാസ് m1 ഒരു 10 സെന്റിമീറ്റർ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം ഡിഫോർമേഷൻ തന്നെയായിരിക്കും x1 എന്ന് പറഞ്ഞ ഈ സ്പ്രിംഗിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെ? ഇപ്പൊ ഈ 2 ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 2 ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാര്യം ഇതിൽ വരുന്ന ഡിഫോർമേഷനും ഈ മാസിന്റെ മൂവ്മെന്റ് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന ഡിഫോർമേഷനും ഈ മാസിന്റെ മൂവ്മെന്റും റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് പറയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. അപ്പൊ 2 ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ either ഈ മാസിന്റെ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റും ഈ m1 എന്ന് പറഞ്ഞ മാസിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം കംപ്ലീറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ 2 ബേസ് ചെയ്തിട്ട് ഈ സ്പ്രിംഗിൽ എന്തോരം ഡിഫോർമേഷൻ വരും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ x1 എന്ന് പറഞ്ഞ സ്പ്രിംഗിൽ ഡിഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയും? 2 ആയിരിക്കും എന്നുള്ളത് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ, ഒരു മാസ് ഉണ്ട്. പക്ഷേ നേരത്തെ എക്സാമ്പിൾ സ്ട്രിംഗിലായിരുന്നു കണക്ട് ചെയ്തത്. പക്ഷേ ഈ എക്സാമ്പിൾ എന്താ ചെയ്തേക്കുന്നത്? അവര് ഒരു സ്പ്രിംഗിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓസിലേഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടൽ മൂവ്മെന്റ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് വേണം? ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വേണം. എന്നാലേ നമുക്ക് ഈ ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്തും കൂടി വേണം? നമുക്ക് ഈ സ്പ്രിങ്ങിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡിഫോം ചെയ്യാനും പറ്റും. അപ്പോൾ ഐദർ ഈ മാസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രിങ്ങിന്റെ മൂവ്മെന്റും കൂടി നമുക്ക് വേണം. ഈവൻ ദോ 3 ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഇവിടെ തീറ്റ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സ്പ്രിങ്ങിൽ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും, അതുപോലെ മാസിനും ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ 3 ടോട്ടൽ മൂവ്മെന്റ് ഉണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റം ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മൂവ്മെന്റ്സ് വേണം? 2 മൂവ്മെന്റ്സ് മതി. ഒന്ന് ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, 2 ഐദർ ഈ സ്പ്രിങ്ങിലുള്ള ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഈ മാസിലുള്ള മൂവ്മെന്റ്. ഈ മാസിലുള്ള മൂവ്മെന്റ് സ്പ്രിങ്ങിലുള്ള ഡിഫോർമേഷൻ കണക്റ്റഡ് ആയതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റും ഈ ഒരു ആംഗുലർ മൂവ്മെന്റും ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാവും? 2 ആയിരിക്കും ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളും കൂടി ഈ ഒരു സെക്ഷനിൽ ഡിഫൈൻ ചെയ്യാനായിട്ടുണ്ട്. അതിൽ 2 ഡെറിവേഷൻസ് ആണ് ഇനി പെൻഡിങ് ഉള്ളത്. നമുക്ക് സ്പ്രിംഗ് മാസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പ്രിങ്ങുകൾ പാരലൽ ആയിട്ടോ സീരീസ് ആയിട്ടോ കൺസിഡർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോഴേക്കും അതിൽ വരുന്ന
ഒരു എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കേസിൽ സ്പ്രിങ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതില് നിങ്ങൾ ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എന്താ ഉള്ളത്? നമുക്ക് 3 സ്പ്രിങ്സ് ഉണ്ട്. ഈ സ്പ്രിങ്സിന്റെ അറ്റത്ത് ഒരു മാസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പ്രിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോന്നിന്റെ സ്റ്റിഫ്നെസ് K1, K2, K3 എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് സ്റ്റിഫ്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിഫ്നെസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഓരോ സ്പ്രിംഗിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻസും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ Δ1, Δ2, Δ3 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ടോട്ടൽ ഡിഫോർമേഷൻ എന്തായിരിക്കും? Δ1 + Δ2 + Δ3 ആയിരിക്കും. അതിന് ഞാൻ ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ചില കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ n നമ്പർ ഓഫ് സ്പ്രിങ്സ് ഉള്ളതിനെ നമുക്കൊരു സിംഗിൾ സ്പ്രിംഗ് ഉള്ള സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ 3 എണ്ണത്തിന്റെയും കൂടി ഈക്വലന്റ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു സ്പ്രിംഗ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സ്പ്രിങ്ങിന് ഈ K1, K2, K3ന്റെ എഫക്റ്റീവ് ആയിട്ട് വരുന്ന സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല. ഇത് 3 കൂടി ആക്ട് ചെയ്യുമ്പോഴേക്കും ആ സ്റ്റിഫ്നെസ് വേണം ഈ ഫൈനൽ സിസ്റ്റത്തിൽ ഉണ്ടാവാനായിട്ട്. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കണം? Δ1 + Δ2 + Δ3 ആയിരിക്കണം ഈ ഈക്വലന്റ് സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ട ഡിഫോർമേഷൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈക്വലന്റ് സിസ്റ്റത്തിലെ സ്റ്റിഫ്നെസ്സിന് K എഫക്റ്റീവ് എന്നും ഡിഫ്ലക്ഷന് ഡെൽറ്റ എഫക്റ്റീവ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വലന്റ് സിസ്റ്റംസ് ആണ്. ഇനി നമുക്ക് ഈ K എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിലുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന എഫക്റ്റീവ് ഡിഫോർമേഷൻ ΔE എന്തായിരിക്കും? ഇതിലുണ്ടാവുന്ന ഇൻഡിപെൻഡന്റ് ഡിഫോർമേഷൻസിന്റെ സം ആയിരിക്കും. അതായത് Δ1ന്റെയും Δ2ന്റെയും Δ3ന്റെയും സം ആയിരിക്കും. എപ്പോഴാണ്? സ്പ്രിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ഡെറിവേഷൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എഴുതുവാണ് എഫക്റ്റീവ് ഡിഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഡിഫോർമേഷൻ ഇൻ ഫസ്റ്റ് സ്പ്രിംഗ് പ്ലസ് ഡിഫോർമേഷൻ ഇൻ സെക്കൻഡ് സ്പ്രിംഗ് പ്ലസ് ഡിഫോർമേഷൻ ഇൻ തേർഡ് സ്പ്രിംഗ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ഡെറിവേഷൻ പോകുന്നത്. ഇനി നമ്മളൊരു സിംഗിൾ സ്പ്രിങ്ങും അതിലേക്ക് ഒരു മാസും അറ്റാച്ച് ചെയ്തത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയായിരുന്നു. എന്തായിരുന്നു? mg = K ഡെൽറ്റ എന്നുള്ളത്. അത് ഓർക്കുന്നില്ല നിങ്ങൾ? നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു സിംഗിൾ സ്പ്രിംഗ് ഉണ്ടായിരുന്നു. അത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോഴേക്കും അടിയിലേക്ക് വെയിറ്റ് ആക്ട് ചെയ്യും, മേളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. അടിയിലേക്കുള്ള വെയിറ്റ് ആണ് mg, സ്പ്രിംഗ് ഫോഴ്സ് ആണ് K × ഡെൽറ്റ. K എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഡെൽറ്റക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഡെൽറ്റ ഡിഫോർമേഷൻ ഇൻ സ്പ്രിംഗ് ഇസ് ഈക്വൽ ടു mg / K എന്ന് എടുക്കാമല്ലോ. അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് എഴുതി വെക്കുവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഫക്റ്റീവ് ഡിഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഡിഫോർമേഷൻ ഇൻ ഇൻഡിവിജ്വൽ സ്പ്രിംഗ്സിന്റെ സമ്മാണ് നമ്മുടെ ഈ എക്സ്പ്രഷനിൽ കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് Kന്റെ ടേംസിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഈ ഇക്വേഷനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡെൽറ്റ = mg / K ആണെങ്കിൽ ഡെൽറ്റ എഫക്റ്റീവ് എന്താവും? mg / K എഫക്റ്റീവ് ആവും. അതുപോലെ Δ1 എന്താവും? mg / K1 ആവും. Δ2 എന്താവും? mg / K2 ആവും. Δ3 എന്താവും? mg / K3 ആയിരിക്കും അല്ലെ. അപ്പൊ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും mg എന്ന് പറഞ്ഞ ടേം കോമൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതിനെ എല്ലാം കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കി എന്ത് വരും? 1 / K effective is equal to 1 / K1 plus 1 / K2 plus 1 / K3 എന്ന് വരും. ഇതാണ് നിങ്ങൾക്ക് ഫൈനലി വേണ്ട എക്സ്പ്രഷൻ. അപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ട്. 3 സ്പ്രിംഗ് ഉണ്ട്, അതിന് 3 ഡിഫറെന്റ് സ്റ്റിഫ്നെസ് ഉണ്ട്, K1, K2, K3 എന്നുള്ളത്. ഇപ്പൊ ഇതിന് ഈക്വലന്റ് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 / K1 plus 1 / K2 plus 1 / K3 കിട്ടുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം നിങ്ങളുടെ ഫൈനൽ സ്പ്രിംഗിന് വേണ്ട സ്റ്റിഫ്നെസ്. ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റം എന്താവും? ഈക്വലന്റ് സിസ്റ്റംസ് ആവും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത കേസ്, ഇപ്പൊ നമ്മൾ സീരീസിലാണ് സ്പ്രിങ്സ് കണക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ചില കേസിൽ നമുക്ക് പാരലൽ ആയിട്ടായിരിക്കും സ്പ്രിങ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 സ്പ്രിംഗ് തന്നെയാണ് ഉള്ളത്. പക്ഷേ സീരീസിൽ കണക്ട് ചെയ്യുന്നതിന് പകരം അത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഈക്വലന്റ് സിസ്റ്റം ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്റ്റിഫ്നെസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ K എഫക്റ്റീവ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ ടോട്ടൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ തന്നെ ആയിരിക്കണം ഇതിൽ ടോട്ടൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ. അല്ലെങ്കിൽ ഡെൽറ്റ എഫക്റ്റീവ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ഡെൽറ്റ. ഓക്കെ, അപ്പൊ ഇതില് പക്ഷെ വേറെ ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്പ്രിംഗിലും സംഭവിക്കുന്ന ഡിഫോർമേഷൻ ടോട്ടലി ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഈ 3 സ്പ്രിംഗും ഡിഫോം ചെയ്തിരിക്കുന്നത് സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദി
അപ്വേർഡ് ഡയറക്ഷൻ അല്ലെ. അപ്പോൾ അടിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? എം ജി ആണ്. എം ജി വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. K1 എന്ന് പറഞ്ഞ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? K1 ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും. സെക്കൻഡ് സ്പ്രിംഗിലേക്ക് വരുമ്പോൾ അത് K2 ഇൻറ്റു ഡെൽറ്റ ആവും. തേർഡ് സ്പ്രിംഗിൽ വരുമ്പോൾ K3 ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും. അപ്പൊ ആ ഫോഴ്സ് ആണ് ഈ ഓരോ സ്പ്രിംഗിലും മേലിലത്തെ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് അത് എഴുതി. സോ ദാറ്റ് ഇതിൽ ദിസ് വിൽ ബി ഈക്വൽ ടു, ഒന്നുകൂടി സിംപ്ലിഫൈ ആണെങ്കിൽ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡെൽറ്റ എന്ന് പറഞ്ഞ ടൈം മൂന്നെണ്ണത്തിലും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എം ജി ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 ഇൻറ്റു ഈ പുറത്തേക്ക് എടുത്ത ഡെൽറ്റ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അത് തന്നെ ഈ സെയിം പ്രോസസ് തന്നെ നമ്മൾ ഇക്വലന്റ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഇവിടെ ഇക്വലന്റ് സിസ്റ്റത്തിൽ നോക്കിയാൽ അടിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എം ജി ആണ്. മേളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? K എഫക്റ്റീവ് ഇൻറ്റു ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഡിഫ്ലക്ഷൻ, അതായത് ഡെൽറ്റ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എം ജി ഇസ് ഈക്വൽ ടു എം ജി മൈനസ് K എഫക്റ്റീവ് ഇൻറ്റു ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എം ജി ഇസ് ഈക്വൽ ടു K എഫക്റ്റീവ് ഇൻറ്റു ഡെൽറ്റ. അത് നമുക്ക് എഴുതാം. പക്ഷെ ഈ രണ്ട് എക്സ്പ്രഷൻ നോക്കുമ്പോഴേക്കും അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? എം ജി ആണ്, ഇവിടെയും എം ജി ആണ്. അപ്പൊ നമുക്ക് ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എച്ച് എസ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് എക്സ്പ്രഷന്റെ ആർ എച്ച് എസ് എന്താണ്? K1 പ്ലസ് K2 പ്ലസ് K3 ഇൻറ്റു ഡെൽറ്റ. അത് ഇവിടെ വെച്ചു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് എക്സ്പ്രഷന്റെ ആർ എച്ച് എസ്, അതായത് K എഫക്റ്റീവ് ഇൻറ്റു ഡെൽറ്റ എഫക്റ്റീവ്. ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഡെൽറ്റ ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ എഫക്റ്റീവ്, എന്നാലേ നമുക്ക് ഈ സിസ്റ്റം ഈക്വലന്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഡെൽറ്റയുടെയും ഡെൽറ്റ എഫക്റ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പ്രഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. ബാക്കി എന്താ ഉള്ളത്? K എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. അപ്പൊ അതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുകയാണ്. K എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. ഇതല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് എപ്പോഴും 3 സ്പ്രിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന് ഈക്വൽ സ്റ്റിഫ്നെസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാരലലി കണക്ട് ചെയ്ത കേസ് ആണെങ്കിൽ ആ ഓരോ സ്റ്റിഫ്നെസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം നമ്മുടെ ഈക്വലന്റ് സിസ്റ്റത്തിൽ കൊടുക്കുന്ന സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസും ഈക്വലന്റ് ആവും. ഓക്കെ, അപ്പോൾ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ സ്പ്രിംഗ്സ് കണക്റ്റഡ് ഇൻ പാരലൽ എന്താണ്? K എഫക്റ്റീവ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. ഈ രീതിയിലാണ് നമ്മൾ രണ്ട് കേസിൽ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്പ്രിംഗ്സ് സീരീസ്ലി കണക്ട് ചെയ്യുമ്പോഴേക്കും ഈക്വലന്റ് സ്റ്റിഫ്നെസ് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ പാരലലി കണക്ട് ചെയ്യുമ്പോഴും ഈക്വലന്റ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഈ കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ ഇതിനെ ബേസ് ചെയ്തെല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം.